അപ്പം നമ്മുടെ വെറും 3 സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും എഴുതാനും ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള പരിശീലന പദ്ധതിയിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ 4 ആശയങ്ങൾ പഠിച്ചു. അടുത്ത പാസ്റ്റ് ടെൻസിൽ 4 ആശയങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഫ്യൂച്ചർ അഥവാ ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഒരു പ്രവൃത്തി ഭാവിയിൽ ചെയ്യും. നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ടെൻസാണ്. എല്ലാവരും പരിശീലിക്കണം. എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വേർബ് പഠിക്കുക സ്റ്റഡി തന്നെയാണ്. സബ്ജക്റ്റ് ഐ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആശയങ്ങളാക്കാൻ നോക്കാം. അപ്പൊ ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി. ഒന്നുകൂടെ നോക്കാം. പഠിക്കുക സ്റ്റഡി, ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കും, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കും, ടുമോറോ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. സോ നമുക്കൊന്ന് ആവർത്തിച്ച് നോക്കാം. ഇംഗ്ലീഷ് മാത്രം. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ടുമോറോ ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. നമുക്ക് മറ്റു വാക്കുകളും കൂടെ ചേർത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പൊ കളിക്കുക പ്ലേ, ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ. സഹായിക്കുക ഹെൽപ്പ്, ഞാൻ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ്. വിളിക്കുക കോൾ, ഞാൻ വിളിക്കും, ഐ വിൽ കോൾ. പോവുക ഗോ, ഞാൻ പോകും, ഐ വിൽ ഗോ. വരിക കം, ഞാൻ വരും, ഐ വിൽ കം. എഴുതുക റൈറ്റ്, ഞാൻ എഴുതും, ഐ വിൽ റൈറ്റ്. ഉറങ്ങുക സ്ലീപ്പ്, ഞാൻ ഉറങ്ങും, ഐ വിൽ സ്ലീപ്പ്. അങ്ങനെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എഴുതുക, പരിശീലിക്കുക, ആത്മവിശ്വാസം കൈവരിക്കുക.